ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് ഓഫ് റിയാക്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ റേറ്റ് ഓഫ് റിയാക്ഷനിൽ ഫാസ്റ്റ് റിയാക്ഷൻ ഉണ്ടടാ, മോഡറേറ്റ് റിയാക്ഷൻ ഉണ്ട്, സ്ലോ റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, അവിടെ ഞാനിവിടെ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടൻറ്റ് ഗിവ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ്. R gives P. റെഡി? അപ്പോൾ ഇവിടെ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് റിയാക്ഷൻ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് കുറയുകയോ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് കൂടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പറയും ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ of reactants with respect to time. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം മക്കളെ? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. രണ്ട് രീതിയിൽ നമുക്ക് റേറ്റ് പറയാം. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷനിലെ ചേഞ്ചാണ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ടൈമിനനുസരിച്ച് കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച്, ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ കേസിലുള്ള റിയാക്ടൻസ് എന്ന് പറയുന്നത് പല ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ആളുകളായിരിക്കും. സപ്പോസ് നമ്മളെ റിയാക്ടൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇവർ സോളിഡ് സ്റ്റേറ്റിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ അയാളുടെ മാസ്സാണ് എടുക്കുക. ഇനി റിയാക്ടൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ നമ്മൾ അയാളുടെ കോൺസെൻട്രേഷനാണ് എടുക്കുക. ഇനി നമ്മളെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഗ്യാസ് ആണെങ്കിലോ അവിടെ നമ്മൾ പ്രഷറാണ് എടുക്കുക. ആരെയാണ് എടുക്കുക? പ്രഷർ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ റേറ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ലിക്വിഡാണ്. ഇനി അതേ സമയത്ത് നമ്മുടെ റിയാക്ടൻസ് ഗ്യാസ് ആയിരുന്നു എന്ന് വിചാരിക്കുക അല്ലേ. റിയാക്ടൻസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഇയാളുടെ റേറ്റ് എങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ, റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺസെൻട്രേഷൻ പകരം നമ്മൾ ആരെ എടുക്കണം? പ്രഷർ എടുക്കണം. പ്രഷർ ഡിവൈഡഡ് ബൈ ടൈം. പ്രഷർ വിത്ത് റെസ്പെക്റ്റ് ടു ടൈമാണ്. റിയാക്ടൻസ് ആര് വരുമ്പോൾ? റിയാക്ടൻസ് ഗ്യാസ് വരുമ്പോൾ. റെഡി? അപ്പോൾ നമ്മൾ എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നുള്ളത് പറഞ്ഞു. റെഡി? ദെൻ ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അറിയേണ്ടത് എന്താണ് ഈ റേറ്റിൻ്റെ യൂണിറ്റ് വരിക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ റേറ്റിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞു. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം അല്ലടാ, ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ മൊളാരിറ്റി ആണ് മെയിൻലി കോൺസെൻട്രേഷൻ ടേം ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വരിക മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ്, ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. അപ്പോൾ ഫൈനലി ഈ റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ യൂണിറ്റടാ? റേറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത് മറന്നു പോകാൻ പാടില്ല. ഇത് നമുക്കിനിയും ആവശ്യമുള്ള ഒരാളാണ് റേറ്റിൻ്റെ യൂണിറ്റ്. ഇനി അതേ സമയത്ത് ഇൻ ടേംസ് ഓഫ് ഗ്യാസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ നിന്നുമാണ് റേറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താ? ATM ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തെന്ന് എഴുതടാ? റേറ്റിൻ്റെ യൂണിറ്റ് ഫൈനലി വി ക്യാൻ റൈറ്റ് യെസ് പറഞ്ഞേ ATM സെക്കൻഡ് എങ്ങോട്ട് പോകുന്നു? മുകളിലേക്ക് പോകുന്നു. ATM സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് ഗ്യാസ് ആവുന്ന കേസിൽ റേറ്റിൻ്റെ യൂണിറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ മക്കളെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ മെയിൻലി രണ്ട് രീതിയിലാണടാ പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമത്തത് നമ്മൾ പറയും ആവറേജ് റേറ്റ്. ഒന്നാമത്തതാണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണിക്കുക. R average. റെഡി? ഇതാണ് ഒന്നാമത്തെ ആൾ കേട്ടോ.
റെഡി? രണ്ടാമത്തെ ഒരാളുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അത് ഞാൻ ഈ ഒരു ആവറേജ് റേറ്റ് കഴിഞ്ഞിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടെണ്ണമാണുള്ളത്, ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും. ജസ്റ്റ് ഞാൻ അതൊന്നും ഇവിടെ എഴുതി തരാം. രണ്ടാമത്തതാണ് ആരാണ്? സെക്കൻഡ് വണ്ണാണ്, ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ റേറ്റ് എന്ന് പറയുന്നത് മക്കളെ ഏതായിരുന്നു? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്നാണ് നമ്മൾ പറയാം. റെഡി? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർ ഇൻസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ കാണിക്കുക. ആർ ഇൻസ്റ്റ്. റെഡി? അപ്പോൾ അങ്ങനെ രണ്ട് റേറ്റ്, ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ആവറേജ് റേറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ എൻ്റെ കൂടെ വരണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഏത് റേറ്റാ? ആവറേജ് റേറ്റ് ആണ്. ആർ ആവറേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആർ ആവറേജ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ measured over a large interval of time. ലാർജ് ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമ്മൾ റിയാക്ഷൻ്റെ റേറ്റ് മെഷർ ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് കേട്ടോ, ലാർജ് ഇൻ്റർവൽ ഓഫ് ടൈമാണ്. റെഡി? ലാർജ് ഇൻ്റർവൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു, ആർ ഗിവ്സ് പി. അപ്പോൾ ഇവിടെ ഈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയണം അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം എന്ന് പറയാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. ഈ റിയാക്ഷനിൽ ആർ ഗീവ്സ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഈ ഒരു റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കിക്കോ, ഇവിടെ ഞാനൊരു ഗ്രാഫ് കാണിക്കുകയാണ്. ഇവിടെ വൈ ആക്സിസ് ഞാൻ കാണിച്ചു, ഇവിടെ നിന്നും ഒരു എക്സ് ആക്സിസ് ഞാൻ ഇങ്ങോട്ടും കാണിച്ചു. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നോക്കണം. ഈ ഗ്രാഫിൽ ഞാനിവിടെ വൈ ആക്സിസിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ കാണിക്കുന്നു. വൈ ആക്സിസിൽ ആരുടെ കോൺസെൻട്രേഷനാണ് ഞാൻ കാണിക്കുന്നത്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആർ ഞാൻ കാണിച്ചു. എക്സ് ആക്സിസിൽ ഞാൻ കാണിക്കുന്നത് ടൈമാണ്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുമ്പോൾ ഇയാളുടെ കോൺസെൻട്രേഷൻ എന്താ അങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. റെഡി? അപ്പോൾ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ടൈം എടുക്കുന്നു. ആ ടൈമാണ് T1. അപ്പോൾ ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളുടെ കോൺസെൻട്രേഷൻ എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് ഇയാളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R1 കിടക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ഫൈനലി എവിടെ എത്തി? ഈ ഒരു ടൈം T2ലെത്തി. അപ്പോൾ ഈ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അയാളുടെ കോൺസെൻട്രേഷൻ കാണാൻ പറ്റുന്നത് അവിടെയാണ്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ R2. റെഡി? അപ്പോൾ ഇവിടെ ഞാൻ ഇയാളുടെ ആവറേജ് റേറ്റ് എങ്ങനെയാണ് എഴുതുക മക്കളെ? നിങ്ങൾ പറഞ്ഞേ. ഇയാളുടെ ആവറേജ് റേറ്റിംഗ് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയല്ലേ? എടാ, ഫൈനൽ കോൺസെൻട്രേഷൻ ആരാത്? R2 മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? R1. സോ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ ഏതാ? T2 മൈനസ് T1 എന്ന് എഴുതാലോ. അപ്പോൾ ഈ R2 മൈനസ് R1 എന്ന് പറഞ്ഞാൽ R2 ചെറുതാണ്, R1 വലുതാണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാമെന്ന് അറിയോ? ചേഞ്ച് ഇൻ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ഡെൽറ്റ ആർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈമാണ്, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതും. അപ്പോൾ ഇവിടെ ഈ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവാണ്.
പക്ഷേ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണിക്കും. റിയാക്ടൻസിൻ്റെ കേസിൽ -Δr/Δt എന്നാണ് നമ്മൾ എഴുതുക. -Δr/Δt. ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്. ഇവിടെയുള്ള നെഗറ്റീവ് സൈൻ എന്താ നോക്കിക്കോ. നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഇനി അതേ സമയത്ത് പ്രൊഡക്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. റെഡി അല്ലേ? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാക്ടൻസിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതും എങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ വരിക. പ്ലസ് ആണ് വരിക. അപ്പോൾ +Δp/Δt എന്നാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കേസിൽ എഴുതുക. ഇനി ഇതിൽ അറിയണ്ടേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ തൊട്ട് മുമ്പേ ഇപ്പം നിങ്ങളോട് പറഞ്ഞു. ഏത് കളറിൽ എഴുതാ? മഞ്ഞ കളറിൽ എഴുതാം അല്ലേ? നോട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞ കാര്യം? എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം? ശ്രദ്ധിച്ചോ. റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ ഇതാണ് ആവറേജ് റേറ്റിൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആവറേജ് -Δr/Δt അല്ലെങ്കിൽ Δp/Δt. ഈ ഗ്രാഫ് ഇങ്ങനെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ആവറേജ് റേറ്റ് അല്ലേ? ഞാനൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഞാൻ കൺസിഡർ ചെയ്യുന്ന ജനറൽ റിയാക്ഷൻ ഇതാണ്. ഫോർ എ ജനറൽ റിയാക്ഷൻ. ഏതാ നമ്മളെ ജനറൽ റിയാക്ഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. AA + BB gives CC + DD അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് എഴുതുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഇയാളുടെ ആവറേജ് റേറ്റിംഗ് എഴുതാൻ പറ്റുക? പറ. 1 മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് A, B, അതേപോലെ EC, ED അല്ലേ? ഇവരെ നമ്മൾ ഡിനോമിനേറ്ററിലാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റുക ഇയാളത് -1/A. -1/A റിയാക്ടൻ്റ് എന്ന് പറയുന്നത് A അല്ലേ? അപ്പോൾ -1/A Δa/Δt എന്ന് ഞാൻ എഴുതും. -1/A Δa/Δt. അങ്ങനെയാണ് നെക്സ്റ്റ് വൺ നിങ്ങൾ പറഞ്ഞേ. ബീൻ്റെ കേസിൽ എങ്ങനെ എഴുതാൻ പറ്റണോ? ബീൻ്റെ കേസിൽ ഇതാ -1/B എഴുതിയല്ലോ. അത് -1/B എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് Δb/Δt. അപ്പോൾ റിയാക്ടൻസിൻ്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ആരുടെ എഴുതണം? പ്രൊഡക്റ്റ് എഴുതണം. നോക്കിക്കോ, പ്രൊഡക്റ്റിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്ലസ് എഴുതണം അല്ലേ? സോ ഇവിടെ എന്തെന്ന് എഴുതും? പറടാ, ഇവിടെ എന്തെന്നാ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു +1/C എന്ന് വരും. കാരണം എന്താ? ഇത് പ്രൊഡക്റ്റാണ്. +1/C ആര് വരും? Δc/Δt ഈക്വൽ ടു, ഇനി അടുത്തതാരാ? ഡി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അല്ലേ? സോ +1/D ഇൻറ്റു എന്ത് വരും? Δt/Δt. റെഡി? അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ജനറൽ റിയാക്ഷൻ്റെ എഴുതാം. ഒരു ജനറൽ റിയാക്ഷൻ്റെ ഇപ്പം പടങ്ങൾ എഴുതി പഠിച്ചു. അങ്ങനെ ആണെങ്കിൽ ഞാനൊരു റിയാക്ഷൻ തരികയാണ് എങ്കിൽ നിങ്ങൾക്ക് എഴുതാലോ. നോക്കിക്കോ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. എന്താ എക്സാമ്പിൾ? N2 + 3H2 gives 2NH3. നിങ്ങൾ പറഞ്ഞേ എങ്ങനെ എഴുതും? ഇവിടെ ഉള്ള N2ന് മുമ്പിലുള്ളത് ഒരു 1 ആണ്, ഹൈഡ്രജന് മുമ്പിലുള്ളത് ഒരു 3 ആണ്, നൈട്രജന് മുന്നിലുള്ളത് ഒരു 2 ആണ്. അപ്പോൾ ഇവിടെ -1/1 വരും. സോ നമുക്ക് എന്ത് ചെയ്താൽ എന്ത് നമ്മളിവിടെ എഴുതണത്? ആവറേജ് റേറ്റ് ആട്ടോ. ആവറേജ് റേറ്റ് ആണേ. അപ്പോൾ -Δn2 /Δt ഈക്വൽ ടു എന്ത് വരും? ഈ 3 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരണം. സോ -1/3 അല്ലേ? ഇനിയോ ഇവിടെ ആരാ അടുത്ത് എടുക്കണ്ടേ? ആരെയാണ് എടുക്കണ്ടേ? ഹൈഡ്രജനാണ്. അപ്പോൾ പറ ΔH2/Δt. റെഡി? ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് പ്രൊഡക്റ്റിലേക്കല്ലേ? അപ്പോൾ നോക്കടാ, +1/2 ഒന്ന് എടുക്കണം. +1/2 Δt
NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നെഴുതാം. എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇയാളുടെ എന്തെഴുതുക? ആവറേജ് റേറ്റ് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ എഴുതി കാണുന്നതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്തിൽ അറിഞ്ഞിരിക്കണം? ആവറേജ് റേറ്റിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആവറേജ് റേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാനുള്ള ഏതാ? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിലുള്ളൂ. അപ്പോൾ നോക്കിക്കോ, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ ഇൻസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ കാണിക്കുക അല്ലേ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പറ. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ മെഷേർഡ് ഓവർ സ്മോൾ ടൈം ഇൻ്റർവെൽ അല്ലേ? ഇറ്റ് ഈസ് ദ എന്ത് വരും? റേറ്റ് ഓഫ് റിയാക്ഷൻ മെഷേർഡ് over a small interval of time. വെരി ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിലാണ്. ലാർജ് ടൈം ഇൻ്റർവെല്ലിനെ ഞാൻ ഡെൽറ്റ ടി എന്ന് കാണിച്ചു. സ്മോൾ ടൈം ഇൻ്റർവെൽ ആണെങ്കിൽ നമ്മൾ ഡി ടി എന്നാണ് കാണിക്കുക. റെഡി? അപ്പോൾ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റണം നോക്കിയോ. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ് പറയുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൽ നമ്മൾ ടൈം ഇൻ്റർവെൽ വളരെ സ്ലോ ആയിട്ടാണ് പറയാം. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പത്തെ കേസിൽ, ഈ കേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആർ ഗിവ്സ് പി റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കുറയുന്നതാണ്, പ്രൊഡക്റ്റിൻ്റെത് കൂടുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ. ഒരു റിയാക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഏതാ ഞാൻ കൺസിഡർ ചെയ്യുന്ന റിയാക്ഷൻ? ആർ ഗിവ്സ് പി എന്ന് പറയുന്ന റിയാക്ഷൻ തന്നെ. ആർ ഗിവ്സ് പി എന്ന് പറയുന്ന റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയണം, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടണം, വേണ്ടേ? അപ്പോൾ നോക്കിക്കോ, ഈ ഒരു ആർ ഗിവ്സ് പി എന്ന് പറയുന്ന റിയാക്ഷനിൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ വെച്ചിട്ടുള്ള ഗ്രാഫാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ആ ഗ്രാഫ് വരക്കുന്നു. ആ ഗ്രാഫിൽ തൊട്ട് മുമ്പത്തെ കേസിൽ കിട്ടിയതുപോലെ തന്നെയുള്ള ഗ്രാഫാണ് ഇവിടെയും വരിക. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് ഇത് കുറഞ്ഞിങ്ങനെ വരും. റെഡി? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഒരു വെരി ഷോർട്ട് ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പർട്ടിക്കുലർ പോയിന്റിലുള്ള എന്ത് കിട്ടണം? റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടണം. അപ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ കിട്ടണം. അപ്പോൾ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിലുള്ളത് എനിക്ക് കിട്ടണം എങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ പോയിന്റിൽ ഞാനിത് അവിടെ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു y ആക്സിസിൽ അയാളുടെ ചേഞ്ച് എത്രയാണെന്നും x ആക്സിസിൽ അയാളുടെ ചേഞ്ച് എത്രയാണെന്നും എന്നുള്ളത് എനിക്ക് കിട്ടും. ഇവിടെ നമ്മൾ എടുക്കുന്നത് y ആക്സിസിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ, x ആക്സിസിൽ ആരാണ്? ടൈമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് ടൈമിലെ ചേഞ്ചും ഇവിടെ കിട്ടുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിലെ ചേഞ്ചും ആയിരിക്കും. ഇവിടെ അപ്പോൾ ഇവിടെ എനിക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടണം എങ്കിൽ ഇനി ശ്രദ്ധിച്ചിരുന്നോ ഇവിടെ എനിക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് y ആക്സിസിലാണ്, ടൈം എന്ന് പറയുന്നത് x ആക്സിസിലാണ്. അതുകൊണ്ട് നമ്മൾ സ്ലോപ്പ് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അപ്പോൾ നമ്മൾ y/x സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ റേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ള y ആക്സിസ് എന്ന് പറയുന്നത് ഇതാ dr റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചാണ്, ഡിവൈഡഡ് ബൈ ടൈമിലെ ചേഞ്ച് dt അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു dr എന്ന് പറയുന്നത് ഇനീഷ്യലി ഫൈനലി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾവേസ് പോസിറ്റീവ് ആണ്. സോ നമുക്ക് -dr/dt എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ എടാ പ്രൊഡക്റ്റിൽ കോൺസെൻട്രേഷൻ കൂടല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എന്തുണ്ടാവും? മൈനസിന് പകരം ആര് വരും? പ്ലസ് വരും അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? +dp/dt എഴുതിക്കൂടെ? ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ നമ്മൾ ആവറേജ് റേറ്റ് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്താണ് എന്നുള്ളത് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, dt എന്ന് പറയുന്നത് വെരി ഷോർട്ട് ടൈം ഇൻ്റർവെലാണ്, ∆t എന്ന് പറയുന്നത് ലാർജ് ടൈം ഇൻ്റർവെലാണ് അല്ലേ. അപ്പോൾ ഞാനൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. നേരത്തെ കേസ് പറഞ്ഞ പോലെ ഞാനൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഏതാ നമ്മളെ ജനറൽ റിയാക്ഷൻ? നേരത്തെ അതേ റിയാക്ഷൻ തന്നെ. ഫോർ എ
ജനറൽ റിയാക്ഷൻ. ജനറൽ റിയാക്ഷൻ നമ്മൾ നോക്കുന്നു. ഏതായിരുന്നാണ് ആ ജനറൽ റിയാക്ഷൻ? യെസ്, എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് അതിൻ്റെ കോഎഫിഷ്യൻസ് പറഞ്ഞേ? എ എന്ന് പറയുന്ന ഇയാളൊരു കോഎഫിഷ്യൻ്റ്, ഈ ബി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്, സി കോഎഫിഷ്യൻ്റ് ആണ്, ഡി എന്ന് പറയുന്നതും കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതണം എങ്കിൽ ഞാൻ അതിനെ ആർ ഇൻസ്റ്റൻറ്റ് എന്ന് പറയാം. എന്താ വരിക? എ എന്ന് പറയുന്നത് 1 മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയാം. അതുകൊണ്ട് -1/a അല്ലടാ, -1/a എന്ത് വരും? ഡെൽറ്റ പറ്റുമോ? ഇല്ല, dA/dt. -1/a dA/dt. ഇനി ബിൻ്റെ കേസിൽ എങ്ങനെ എഴുതടാ? പറഞ്ഞേ എങ്ങനെ എഴുതാ? ഒന്ന് എഴുതി നോക്ക്. പറ എങ്ങനെ വരും? യെസ്, കറക്റ്റ്. -1/b കിട്ടിയോ? കത്തിയോ? ബൾബ് കത്തിയോ? -1/b dB/dt. പിന്നെയോ ദാറ്റ് ഈസ് ഈക്വൽ ടു +1/c അല്ലേ? +1/c. പിന്നെന്താ ഉള്ളത്? +1/c. ബാക്കിയുള്ളത് dC/dt ഈക്വൽ ടു എന്ത് വരും? +1/d dD/dt. ഫുള്ള് ഡി മാത്രമല്ലേ? dD/dt. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? കത്തണം, ഈ സാധനം കത്തണം. ഏത് ബൾബാണ് കത്തിയത്? ഒരു ക്ലാസ്സിലെ കുട്ടികളെ 4 ടൈപ്പായിട്ട് തിരിക്കാം നമുക്ക്. ഒന്ന് പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ LED ട്യൂബ് പോലെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇടുമ്പോൾ കത്തും. അതേപോലെയാണ് ചില ആൾക്കാർക്ക് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ ട്യൂബ് ലൈറ്റ് പോലെ മിന്നി മാത്രമേ കത്തുള്ളൂ. ഇവർക്ക് ക്ലാസ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവും. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, അവർ പണ്ടത്തെ ബൾബ് പോലെ. ബൾബിൻ്റെ പ്രത്യേകത എന്താ? സ്വിച്ച് ഇട്ട് ഫിലമെൻറ്റ് ചൂട് ചെയ്ത് കത്തി വരാൻ കുറച്ച് ടൈം എടുക്കും. അതേപോലെയാണ് ചാപ്റ്റർ കഴിഞ്ഞ് എക്സാം നടത്തി പൊട്ടി ഇന്നാലൊക്കെ ഇവർ പഠിക്കുള്ളൂ. നാലാമത്തേത് അൾട്രാ ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപേൻ്റെ LED ബൾബ് വാങ്ങി പ്ലഗിലിട്ട് സ്വിച്ച് ഓൺ ആക്കണം പോലെ ഇടുമ്പോൾ കടിച്ചു, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങളത് കത്തണത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റൂടാ? ഈ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞേ. എക്സാമ്പിൾ N2 + 3H2 gives 2NH3. എടാ പറ, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഇല്ലേ? അതല്ലേ നമ്മൾ എഴുതണേ? ആർ ഇൻസ്റ്റൻറ്റേനിയസ്. ഇവിടെ നമ്മൾ നേരത്തെ ഡെൽറ്റ ഇട്ട് കൊടുത്തൊക്കെ ഇവിടെ ഡി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? -dN2/dt ഈക്വൽ ടു -1/3 dH2/dt ഈക്വൽ ടു +1/2 dNH3/dt. ഇങ്ങനെ എഴുതാം. അതായത് ഇവിടെ നമ്മൾ ഇയാളുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 1, 3, 2 ഇവരെ എന്ത് ചെയ്തടാ? ഇവിടെ കൊടുത്തു. എന്താ? ആദ്യത്തെ കേസിൽ 1 ആണ്. അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. റിയാക്ടൻസ് ആകുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും, അപ്പോൾ ഒരു മൈനസ് ഉണ്ടാവും. -dN2/dt -1/3 dH2/dt. ദെൻ ഇവിടെ +1/2 dNH3/dt എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ആവറേജ് റേറ്റ് ചെയ്താൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. റെഡി അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോ. ഞാനിവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. റെഡി? അതായത് നമ്മുടെ കയ്യിൽ ആവറേജ് റേറ്റ് മെഷർ ചെയ്യുമ്പോൾ അവിടെയുള്ള ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ലാർജ് ടൈം ഇൻ്റർവെൽ അല്ലേ? അപ്പോൾ ∆t എന്ന് പറയുന്നത് ഹൈ ആണ്. ആ ∆t എന്ന് പറയുന്നത് മക്കളെ 0ലേക്ക് അടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ∆t ടെൻഡിങ് ടു 0 ആണെങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഏത് റേറ്റിലേക്ക് മാറും? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിലോട്ട് മാറും. ഓക്കെ? when ∆t tending to 0 r average changes to r instantaneous. റെഡി അല്ലേ? ഇനി തീർന്നില്ല. ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇതാണ് എന്ത് മക്കളെ? ആക്ച്വൽ റേറ്റ് ഓഫ് എ
റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ ഒരു 2 ആളുകളെ എഴുതി വെക്കുന്നുണ്ട്, 2 റിയാക്ഷൻ എഴുതുന്നുണ്ട്. അതിൻ്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും നിങ്ങൾ എഴുതണം. ഒന്നാമത്തത് 2N2O5 gives 4NO2 plus OT. ഇതിൻ്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും നിങ്ങൾ എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. H2 plus I2 gives 2HI. H2 plus I2 gives 2H. അപ്പോൾ ഇതാണ് നമുക്ക് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും സെറ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.